നമസ്കാരം. ഗണേഷ് കുമാർ വന്നപ്പോൾ എല്ലാം സെറ്റായിട്ടില്ലേ? അപ്പോൾ പുള്ളി മന്ത്രി ആയാലും ഒക്കെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, മുഖ്യമന്ത്രി ആയാലൊക്കെ എൻ്റെ ഒരു ചിന്താഗതി വെച്ചിട്ട് വിദേശ രാജ്യങ്ങൾ പോലെ ആവും നമ്മുടെ നാട്. അപ്പം അത് അങ്ങനെ ആവാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഗണേഷ് കുമാർ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. ആഹാ, പൊളിച്ചു. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ മന്ത്രിയാവുകയല്ല, മുഖ്യമന്ത്രിയാവണം എന്നാണ് ഈ സ്ത്രീ പറഞ്ഞു വെക്കുന്നത്. കാരണം അത് മന്ത്രിയായപ്പോൾ തന്നെ സെറ്റായല്ലോ എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി ആയാൽ നമ്മുടെ കേരളം വിദേശ രാജ്യങ്ങളെ പോലെ ആകും എന്നാണ് പറയുന്നത്. ഇനി വികസനത്തിൻ്റെ കാര്യത്തിലാണോ ഈ വിദേശ രാജ്യങ്ങളെ പോലെ ആകും എന്ന് പറയുന്നത്? ഒരു സംശയം, നമുക്കത് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ പുള്ളി മന്ത്രി ആയാലും ഒക്കെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, മുഖ്യമന്ത്രി ആയാലൊക്കെ എൻ്റെ ഒരു ചിന്താഗതി വെച്ചിട്ട് വിദേശ രാജ്യങ്ങൾ പോലെ ആവും നമ്മുടെ നാട്. അപ്പം അത് അങ്ങനെ ആവാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഗണേഷ് കുമാർ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അല്ലല്ലോ, വികസനം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്ത് കാര്യത്തിനായിരിക്കും കേരളം വിദേശ രാജ്യങ്ങളെ പോലെ ആകും, സെറ്റാവും എന്നൊക്കെ ഈ സ്ത്രീ പറഞ്ഞു വെക്കുന്നത്? ഇനി അതായിരിക്കുമോ ഈ കഴിഞ്ഞിടയ്ക്ക് കൂടി വിവാദമൊക്കെ ആയ ആ കാര്യത്തിലാകുമോ ഒരുപക്ഷെ കേരളം വിദേശ രാജ്യങ്ങളെ പോലെ ആവും എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ആയിക്കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആയിക്കഴിഞ്ഞല്ലോ. വിദേശ രാജ്യങ്ങളിലൊക്കെ നിലവിൽ ഭാര്യ ഉണ്ടെങ്കിലും ഒരു വിവാഹേതര ബന്ധമൊക്കെ പുറത്തറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു സ്ഥിതിയാണ് അവിടെയൊക്കെ ഉള്ളത്. ഇനി അതുപോലെ വല്ലതും ആകും എന്നാണോ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കൊള്ളാം കേട്ടോ, പൊളിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തൊരു പ്രോത്സാഹനമാണല്ലേ, ചുമ്മാതല്ല. ഒരു 10-20 വർഷത്തിന് മുമ്പൊക്കെ രാഷ്ട്രീയക്കാർ അവർ ഏറ്റവും കുറഞ്ഞത് ഇനി എത്ര അഴിമതിയും അതും ഇതുമൊക്കെ നടത്തിയെന്ന് പറഞ്ഞാലും ധാർമ്മികത എന്ന് പറഞ്ഞൊരു സംഗതി മുറുകെ പിടിക്കുമായിരുന്നു. അല്ലെങ്കിൽ ആ ധാർമ്മികതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പ്രതിപക്ഷങ്ങൾ പ്രശ്നം ഉണ്ടാക്കുകയും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ, അതായത് ഒരു ആരോപണം ഉയർന്നു വന്നാൽ തന്നെ ആ കേസിന് ശേഷം ഞാൻ കുറ്റവിമുക്തനായതിനു ശേഷം ഞാൻ തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെക്കുന്ന MLA-മാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു ഇത്. ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ ധാർമ്മികത എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലാതായിരിക്കുന്നു. ഇനി വരുന്ന തലമുറ ആരെ എന്ത് കണ്ട് മാതൃകയാക്കും? മാതൃകയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ നല്ല രാഷ്ട്രീയക്കാർ നമ്മുടെ ഈ കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. വരുന്ന കഥകൾ അവരെപ്പറ്റി പുറത്തേക്ക് വരുന്ന കഥകൾ അത്ര നല്ലതല്ലാത്ത കഥകളാണ്. പുറമേ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ, വികസനത്തിൻ്റെ പേരിലോ ആനുകൂല്യങ്ങളുടെ പേരിലോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ, അതിൻ്റെ പിറകിൽ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതൊക്കെ ന്യായീകരിച്ച് തരാനുള്ള ജനങ്ങളെ കൂടി അവർ ഇവിടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും മോശം നെഗറ്റീവായിട്ടുള്ള ഒരു വശം. ഗണേഷ് കുമാർ എന്നൊരു വ്യക്തി മന്ത്രിയല്ല, മുഖ്യമന്ത്രിയായാൽ കേരളം സെറ്റാവുമെന്നും വിദേശ രാജ്യങ്ങളെ പോലെ ആവും എന്ന് പറയണമെങ്കിൽ തലയ്ക്ക് ഓളമുള്ള ആളായിരിക്കണം അങ്ങനെ പറയണം. അതല്ല, ഏത് ഉദ്ദേശത്തോടെയാണ് പറയുന്നത് എന്ന് ചിന്തിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വികസനത്തിൻ്റെ കാര്യത്തിലായിരിക്കില്ല, ഒരുപക്ഷെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ സംഗതിയുടെ കാര്യത്തിലായിരിക്കും. അല്ലാതെ പത്തനാപുരം പോലെ ഒരു മണ്ഡലത്തിൽ, അല്ലെങ്കിൽ അതുപോലെ ഒരു ചെറിയ ഈർക്കിലി പാർട്ടിയുമായിട്ട് നിൽക്കുന്ന അവർക്കൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിക്ക് താൻ മന്ത്രിയായാലും ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. കാരണം ആ വ്യക്തിക്ക് ആ മണ്ഡലത്തിലുള്ള ആളുകളെ മാത്രം പ്രീതിപ്പെടുത്തിയാൽ മതി. പണ്ട് KM മാണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സംഗതിയാണ്. ആ സമയത്ത് കേരളത്തിലെ ഏറ്റവും നല്ല റോഡുകളും മറ്റുമൊക്കെ ഉള്ള സ്ഥലം പാലയായിരുന്നു. കാരണം അയാൾ പാലയിലല്ലാതെ മറ്റൊരിടത്ത് നിന്ന് മത്സരിച്ചിട്ടില്ല, ജയിച്ചിട്ടില്ല. മറ്റൊരു മണ്ഡലത്തെ പറ്റിയും പുള്ളിക്ക് അറിയുകയും വേണ്ട. കാരണം അതൊരു കുത്തക മണ്ഡലമായിട്ട് കൊണ്ട് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളെ മാത്രം എന്തെങ്കിലും ഇങ്ങനെ തീറ്റ കൊടുക്കുന്ന പോലെ കൊടുത്തിട്ടാൽ മതി, അവർ കാലാകാലങ്ങളായി തങ്ങളെ ജയിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഈ KB ഗണേഷ് കുമാറിനെ പോലെയുള്ളവരും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 14 ജില്ലയുണ്ടെന്നും 140 മണ്ഡലങ്ങളുണ്ടെന്നും ഇവരെല്ലാം ഒരേപോലെ കാണേണ്ടതാണ് എന്നും ചില രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കൊന്നും അറിയില്ല. അവർ നോക്കുന്നത് തങ്ങൾക്ക് കാലാകാലം ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കുക, അത് നിന്നിട്ട് പരസ്യമായിട്ട് വിളിച്ചു പറയുക. കഴിഞ്ഞ ദിവസം ഇതേ ഗണേഷ് കുമാർ ഒരു വൃത്തികെട്ട വാചകം പറയുകയുണ്ടായി. എൻ്റെ അച്ഛൻ്റെ എച്ചിൽ തിന്നിട്ട് ചില നന്ദികേട് കാണിച്ച നാറികൾ പത്തനാപുരത്തുണ്ട് എന്ന തരത്തിലൊരു മ്ലേച്ഛമായ പരാമർശം വരെ നടത്തുകയുണ്ടായി. ഇതെല്ലാം അയാൾ പറഞ്ഞിട്ടും അവിടെ പിന്നെയും അയാൾ ജയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യമാണത്. അവരെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരംകാർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ മതി, അവർ ജയിപ്പിച്ചു വിട്ടോളൂ. പക്ഷേ ആ ഒരു പഴി കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ ജനങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പില്ല. അങ്ങനെ ആയിരിക്കരുത് ഒരു മന്ത്രിയായിരിക്കുന്ന വ്യക്തി, മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി. അപ്പോൾ ഒരു പത്തനാപുരം പോലെ ഒരു ചെറിയ സ്ഥലത്തെ പ്രതികരിക്കുന്ന ഒരാളുടെ ഈ ഗിമ്മിക്സ് കണ്ടിട്ട് അയാൾ കേരളം ഭരിച്ചാൽ കേരളം യൂറോപ്പ് പോലെ വിദേശ രാജ്യം പോലെ ആവും എന്ന് പറയുമ്പോൾ അതിനൊരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലാണെങ്കിൽ അത് ശരിയാണ്. അവിഹിതത്തിൻ്റെ കാര്യത്തിൽ, വിവാഹേതര ബന്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ആ ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റും. അല്ലാതെ വികസനത്തിൻ്റെയോ ജനങ്ങളുടെ നന്മയുടെ കാര്യത്തിലൊന്നും ഇവരെയൊന്നും നിങ്ങൾ കൂട്ടുപിടിക്കരുത്, വെറുതെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. ട്രോൾ ചെയ്യപ്പെടും, ഏറിൽ പോകും, അത്ര തന്നെ.